എല്ലാ മച്ചാന്മാർക്കും ശ്രീസോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം എക്സ്പൾസ് റാലി പ്രോ എഡിഷൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഓണർഷിപ്പ് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വലിയ റിവ്യൂവറോ അല്ലെങ്കിൽ റൈഡറോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി മേടിച്ചപ്പോഴത്തേക്ക് അതിനെപ്പറ്റി എനിക്ക് തോന്നിയ കുറച്ച് പ്ലസ് പോയിൻറ്റുകളും അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുൾ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം എന്നെ പറഞ്ഞ് തിരുത്താനായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക. വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എൻ്റെ മുന്നത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേ പറയാനുള്ളൂ. അതുപോലെ തന്നെ എക്സ്പൾസ് റാലി പ്രോ എഡിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ നമ്മുടെ ഹീറോ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ബ്രാൻഡിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളിൽ ഒന്നാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ എക്സ്പൾസ് റാലി പ്രോ എഡിഷൻ എന്ന സാധനം. സ്പ്ലെൻഡർ, എക്സ്പൾസ്, അത് കഴിഞ്ഞ് എക്സ്പൾസ് റാലി പ്രോ, ഈ ഒരു 3 വണ്ടികളാണ് ഹീറോയ്ക്ക് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് തോന്നിപ്പോയിക്കൊണ്ടിരുന്നത്. ഏകദേശം ഇതിന് മുമ്പേ വന്നിരുന്ന, അതായത് ഇതിൻ്റെ അച്ഛനായിട്ട് വന്നിരുന്ന ഇമ്പൾസ്, അത് കാലത്തിന് മുന്നേ ഇറങ്ങിയൊരു വണ്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അതിൻ്റെ ഒരു ഹൈറ്റും അതിൻ്റെ ഒരു ലുക്കും അന്ന് ഇറങ്ങിയതിൽ വെച്ച്, അന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസർ, കരീഷ്മയൊക്കെ അടക്കി വാഴുന്ന ഒരു കാലത്താണ് നമ്മുടെ ഈ ഇമ്പൾസ് എന്ന് പറഞ്ഞ വണ്ടി വന്നത്. അപ്പം അത് ഒരുപാട് പേർക്കൊന്നും അത്ര അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു മോഡലായിട്ട് അവർക്ക് തോന്നിയില്ല. പിന്നെ അത് കാലം കഴിയും തോറും അഡ്വഞ്ചറും അതുപോലെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ സെഗ്മെൻറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ മനസ്സിൽ വണ്ടി ഡിസ്കണ്ടിന്യൂസ് ആയെങ്കിലും ഒരുപാട് പേരുടെ മനസ്സിൽ ഇപ്പോഴും അതുപോലെ നല്ല രീതിയിൽ സെയിലുള്ളൊരു വണ്ടിയാണ് ഇമ്പൾസ്. അതിൻ്റെ ഒരു പിൻഗാമിയാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹീറോൻ്റെ എക്സ്പൾസ് റാലി പ്രോ എഡിഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പം വണ്ടിയുടെ റിവ്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് വണ്ടിയുടെ ഹെഡ് ലാമ്പിൽ തുടങ്ങിയിട്ട് ടെയിൽ ലാമ്പിൽ എൻഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ വണ്ടിയുടെ ഓവറോൾ ലുക്ക് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ. മാരക റോഡ് പ്രസൻസ് തരുന്ന ഒരു ലുക്കാണ്. അതിലെടുത്ത് പറയേണ്ടത് വണ്ടിയുടെ ഈ ഹൈറ്റും ഒരു രക്ഷയില്ലാത്ത ഹൈറ്റാണ് കേട്ടോ. നല്ല രീതിയിൽ ഹൈറ്റുള്ളൊരു വണ്ടിയാണ്. നല്ല രീതിയിലുള്ള ഹൈറ്റുള്ളൊരു വ്യക്തിക്ക് മാത്രമേ നല്ല രീതിയിൽ വണ്ടി ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഏകദേശം അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു വ്യക്തിയാണ്. ഞാൻ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുള്ളൊരു ലുക്ക് കാണിച്ചു തരാം. കറക്റ്റ് കയറി ഇരുന്ന് കഴിഞ്ഞാലും എൻ്റെ ഒരു കാലിൻ്റെ ഒരു തള്ളവൻ്റെ ആ ഒരു പാദഭാഗമല്ലേ, അവിടെ മാത്രമേ കറക്റ്റ് മുട്ടത്തുള്ളൂ. പിന്നെ വണ്ടിക്ക് എന്തായാലും സെൻട്രൽ സ്റ്റാൻഡ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, സൈഡ് സ്റ്റാൻഡ് മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ വണ്ടി ഭയങ്കര സ്ലിമ്മാണ് കേട്ടോ. സൈഡ് നോക്കുകയാണെങ്കിൽ വണ്ടി ഭയങ്കര സ്ലിമ്മാണ്. പക്ഷേ ഉയരം നോക്കുകയാണെങ്കിലും വീതി നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ വണ്ടിക്ക് ഇത് രണ്ടും ഉണ്ട്. അപ്പം അത്യാവശ്യം ഉയരമുള്ള ആളെ വണ്ടി ഒന്ന് നല്ല രീതിയിൽ കൺട്രോളബിളായിട്ട് നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പം പൊക്കം കുറഞ്ഞ ആളൊക്കെ ആണെങ്കിൽ എക്സ്പൾസ് റാലി പ്രോ എടുക്കുന്നതിനെക്കാട്ടി കുറച്ച് നല്ലത് എക്സ്പൾസ് എടുക്കുന്നതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ വന്നിട്ട്. പിന്നെ പറയാനുള്ളത് വണ്ടിയുടെ ഈ ഒരു പെയിൻറ്റ് സ്കീമാണ്. എൻ്റെ പൊന്നെ, ഈ ഒരു ഹൈറ്റും ഈ ഒരു വെള്ള പെയിൻറ്റും കിടിലുമാണ്. ഈ ഒരു വൈറ്റ് കളറും ബ്ലാക്കും റെഡും കിടിലൻ കോമ്പിനേഷനാണ്, ഒന്നും പറയാനില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിലെ ഹെഡ് ലാമ്പ് പറയുകയാണെങ്കിൽ ഇതിന് മുന്നേ ഉള്ള എക്സ്പൾസ് റാലി പ്രോയിൽ ഇവരൊരു പിരിയം പോലെ ആയിരുന്നു DRL ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ DRL വന്നിട്ട് ഒരു അഗ്രസീവായിട്ടുള്ള ലുക്കിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. താഴെ ഡിമ്മും മേല് ബ്രൈറ്റുമാണ് കാണാൻ സാധിക്കുന്നത്. വണ്ടി സ്റ്റിൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. നമ്മൾ വണ്ടിയിൽ വേറെ കലാപരിപാടിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനി അങ്ങോട്ട് അത്യാവശ്യം കൊച്ച് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ബ്ലാക്ക് സ്റ്റിക്കർ വണ്ടിയിലില്ല, നമ്മൾ എക്സ്ട്രാ ഒട്ടിച്ചതാണ്. കാരണം നമ്മുടെ വണ്ടി മേടിച്ചതിന് ശേഷം തിരുമേനി നല്ല രീതിയിൽ പൂജിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ചന്ദനം തൊട്ടതാണ്. അപ്പം അത് പോകുന്നില്ല. അപ്പം നമ്മളൊരു വിചാരിച്ച് അത്യാവശ്യം വൈറ്റ് സ്റ്റിക്കർ ഒട്ടിക്കാന്ന്, പിന്നെ ബ്ലാക്കിലേക്ക് ഞാൻ കൺവേർട്ട് ആയതാണ്. അപ്പം വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലുക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഈ ഒരു ഹാൻഡ് ഗാർഡാണ്. ഇതിന് മുന്നേ ഉള്ള വെർഷനിലാണെങ്കിൽ ഹാൻഡ് ഗാർഡ് ഇവിടം വെച്ച് എൻഡ് ചെയ്യുമായിരുന്നു. ഈ നമ്മുടെ ഹാൻഡിലിൻ്റെ എൻഡിൽ തട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇതിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നൊരു ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഈ വിൻഷീൽഡ്.
ഇത് കിടിലുമാണ് കേട്ടോ. നല്ല രീതിയിൽ വണ്ടിയുടെ ലുക്കിനെ ഒരു സ്വാധീനിക്കുന്നൊരു സാധനമാണ് ഈ വിൻഷീൽഡ്. മുമ്പേ ഉള്ള മോഡലിലാണെങ്കിൽ ഒരു മുറം കമത്തി വെച്ച കണക്കായിരുന്നെങ്കിൽ ഇതിൻ്റെ ലുക്ക് ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പം എത്രത്തോളം വണ്ടി അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല. ഞാനും ഒരുപാട് വീഡിയോസിലും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് വണ്ടി ഒരു ആവറേജ് വണ്ടി പോലെയാണ് തോന്നിയെങ്കിലും വണ്ടി ഡയറക്റ്റ് കണ്ട് ഇതിൻ്റെ മേലെ കയറിയിരുന്നപ്പോഴത്തേക്ക് പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ കാണുമ്പം ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരേ സ്വരത്തിൽ പറയും അടിപൊളി, അതേ പറയാനുള്ളൂ. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ഒരു സാധനമാണ് ഈ മിറർ. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ലുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ കണ്ണാടി നോക്കുകയാണെങ്കിൽ വൻ ഒരു ദുരന്തപൂർണ്ണമായ 2 കണ്ണാടികളാണ്. നമ്മൾ എത്രയൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും കഴിയുമ്പോഴത്തേക്കില്ല വെട്ടിയിട്ട ബായത്തണ്ട് കണക്ക് താഴോട്ട് വീണ് പോവും. അതാണ് എനിക്ക് മെയിനായിട്ടും തോന്നിയ ഒരു സാധനം എന്ന് പറയാം. നമ്മൾ ഏകദേശം 257 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ വണ്ടി. അപ്പം വണ്ടിയുടെ മൈലേജും കാര്യങ്ങളൊക്കെ അടങ്ങിയൊരു വീഡിയോ നമ്മൾ ആൾറെഡി ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ഓടിയതിൽ എനിക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. എൻജിനൊക്കെ ഭയങ്കര റിഫൈൻ ആയിട്ടുള്ളൊരു സൂപ്പർ എൻജിനാണ് എന്നാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ അവർ റാലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റോഡ്, ഓഫ് റോഡ്, റാലി, ഈ 3 റൈഡിങ് മോഡ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമ്മുടെ ഗിയർ ഇൻഡിക്കേഷനും ഇവിടെ നമ്മുടെ കിലോമീറ്ററും ഇവിടെ ടൈമും അതുപോലെ തന്നെ ടോട്ടൽ കിലോമീറ്ററും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം കിടന്ന് ഈ ബ്ലിങ്ക് ചെയ്യാണ്. വണ്ടി വന്നിട്ട് ഫ്യൂൽ ഇഞ്ചക്ഷൻ എൻജിനാണ്. മിനിമം ഒരു 2 ലിറ്ററെങ്കിലും വണ്ടിയിൽ കീപ്പ് ചെയ്യണം പെട്രോൾ, എന്നിട്ടേ ഇട്ട് ഓട്ടിക്കാവും. ഫുൾ ഡ്രൈ ആക്കി വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ എൻ്റെ ഡിയോയിൽ നിന്നാണ് അപ്ഗ്രേഡ് ചെയ്ത് എക്സ്പൾസിലോട്ട് വന്നത്. അതാണെങ്കിൽ ഫുൾ കാർബറേറ്ററാണ്. അതാണെങ്കിൽ ഒരു ആഴ്ച ഒരു 2 തവണയെങ്കിലും പെട്രോൾ തീർന്ന് ഓഫാവും. അതുപോലെ ഈ വണ്ടി പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടും. അതുകൊണ്ട് നിങ്ങൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം ഒരു 2 ലിറ്റർ എണ്ണയെങ്കിലും വണ്ടിയിൽ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വണ്ടിയിൽ പ്രീമിയം അടിച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ മറ്റൊരു പ്ലസ് പോയിൻ്റ് ആയിട്ടുള്ളത് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചാർജിങ് പോയിൻ്റാണ്. നമ്മുടെ മീറ്ററിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ചാർജിങ് കൊടുത്തേക്കുന്നത്. ഇതിനെ മുന്നേ ഉള്ള മോഡലിലാണെങ്കിൽ സീറ്റിന് അടിയിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പോലും റൈഡേഴ്സിന് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ്സ് വന്നതിനെ ഹീറോ വളരെ സിമ്പിളായിട്ട് പരിഹരിച്ച് ഫ്രണ്ടിലായിട്ട് ഒരു ചാർജിങ് പോർട്ട് കൊടുത്തേക്കാണ്. അത് ഒരുപാട് ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകുന്നവർക്കാണെങ്കിൽ വളരെ പ്രയോജനകരമായൊരു അപ്ഡേഷനും കൂടിയാണ് ഇത്. പിന്നെ ടാങ്ക് നോക്കുകയാണെങ്കിൽ ഒരു മെറ്റൽ ടാങ്കാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടാങ്കാണ്, ഒന്നും പറയാനില്ല, കിടിലം സാധനമാണ്. നമ്മൾ അതുപോലെ തന്നെ വണ്ടിയിൽ ഫുൾ ബോഡി PPF ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടനെ ഉണ്ടാകുന്നതായിരിക്കും. ഫുൾ ബോഡി PPF ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാങ്ക് വരുന്നത് ഏകദേശം 12 ലിറ്ററോ സംതിങ് ആണെന്ന് തോന്നുന്നു വണ്ടിയുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഗോപ്രോയുടെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് വലിയ ഇമ്പ്രസീവായിട്ടുള്ള സീറ്റായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മുടെ റൈഡറിനെ സംബന്ധിച്ച് വളരെ നീളമുള്ളൊരു സീറ്റാണ്, പക്ഷേ സൈഡ് ഭാരമൊന്നും വളരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു ജെൽ സീറ്റോ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് കുറച്ച് നന്നായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന പില്ലിയനെ സംബന്ധിച്ച് ഈ ഒരു സീറ്റ് വളരെ ചെറുതാണ് കേട്ടോ. അപ്പുറത്തൊരു പട്ടി വന്നിരിക്കുന്നു, അപ്പോൾ അത് പേടിച്ചോടി. അപ്പം ബാക്കിലിരിക്കുന്ന പില്ലിനെ സംബന്ധിച്ച് ഈ ഒരു സീറ്റ് ഇച്ചിരി ഷോക്കായിട്ട് തോന്നും. കാര്യം ലോങ് റൈഡും കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ വലിയ നിതംബം ഉള്ള പില്ലിനാണ് ബാക്കിരിക്കുന്നെങ്കിൽ നല്ല രീതിയിൽ തരിപ്പും പെരിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ സൈഡിലായിട്ട് എക്സ്പൾസ് പ്രോ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റ്, ആക്സോണിൻ്റെ ഹെൽമെറ്റ് മേടിച്ചിട്ടുണ്ട്. ചെറിയൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ഫുഡ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡ് ഡ്രസ്സിൻ്റെ ഈ സാധനം ഇളക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുറച്ചും കൂടെ ഗ്രിപ്പ് ഉണ്ടാകുന്ന ടൈപ്പ് ഒരു സാധനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഊരാനും വെക്കാനൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിലൊരു ചെറിയ സാരി കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീട്ടിലുള്ള അമ്മ പെങ്ങന്മാരെയൊന്നും അധികം വണ്ടി കൊണ്ടുവരിക്കുന്നത് നല്ലത്. കാരണം ഇവിടെ ചവിട്ടിയിരിക്കാനായിട്ടൊരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊന്നും അവർ കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മണ്ടക്കറിയെടുത്ത് നല്ല പേടിയാവും കേട്ടോ. ഞാൻ തന്നെ ആദ്യമായിട്ട് വണ്ടി ഇത് ഷോറൂമിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇറക്കിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പേടിയായി. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു കുതിരപ്പുറത്തിരിക്കുന്ന ഫീലാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും വരുന്നതാണെങ്കിൽ സിയറ്റിൻ്റെ നോർമൽ എക്സ്പൾസിൽ വരുന്ന അതേ സെയിം സൈസ് ടയർ തന്നെയാണ് വരുന്നത്.
ബാക്കിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെയുള്ളൊരു നോർമൽ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് വളരെ ലുക്കില്ലായ്മ പോലെയാണ് തോന്നിയത്. ഈ ഒരു 2024 കാലഘട്ടത്തിലും LED കൊടുക്കാതെ ഹാലജൻ കൊടുത്തത് വളരെ മോശമായി പോയി എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഒരു നോർമൽ മഡ് ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. വണ്ടിയിൽ പ്രത്യേകിച്ച് അങ്ങനെ ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വണ്ടി സ്റ്റിൽ സ്റ്റോക്കായിട്ട് കൊണ്ടു കിടന്നാലേ കിടിലം റോഡ് പ്രസൻസ് ആണ്. വേണമെങ്കിൽ നമുക്കൊരു എൻഡ്യൂറോ ടെയിൽ ടാഡി ബാക്കിൽ വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ സ്റ്റിൽ സ്റ്റോക്ക് കൊണ്ട് കിടക്കുന്നതാണ് കുറച്ചുകൂടി നന്നായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഒരു സൈലൻസർ വരികയാണെങ്കിൽ ബാക്കിലിരിക്കുന്ന പില്ലിനെ വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഗാർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 200 cc ആണ് നമ്മുടെ എഞ്ചിനെന്ന് പറയുമെങ്കിലും 196 സംതിങ് CC ആണ് എഞ്ചിൻ വരുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, ഞാൻ വലിയ പ്രോ റിവ്യൂറോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ ഞാനൊന്ന് വട്ടം എത്തിച്ചെന്നേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം കേട്ടോ. 2017 ആദ്യമായിട്ടാണ് ഇറ്റലിയിലാണ് നമ്മുടെ എക്സ്പൾസ് റാലി പ്രോയെ ഹീറോ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 21ഓളം റൈസുകളിൽ ചാമ്പ്യനായിട്ടുള്ളൊരു മുതലാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ ചെറുക്കൻ എന്ന് വേണമെങ്കിൽ പറയാം. ഡെക്കാർ റാലിയിൽ പോലും, ഡെക്കാർ റാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഏറ്റവും ദുർഘടം പിടിച്ച പാതയിൽ കൂടെ വളരെ സിമ്പിളായിട്ട് പോയൊരു ചെക്കനാണ് നമ്മുടെ ഈ മുമ്പിൽ ഇരിക്കുന്നത്. നമ്മുടെ റാലി പ്രോയ്ക്ക് വന്നിട്ട് ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ വന്നിട്ട് ഏകദേശം 37 mm ഹൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് വരുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽ ബാർ റേസറും കൂടി നമ്മുടെ ഈ ഒരു എക്സ്പൾസ് റാലി പ്രോയിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നോർമൽ എക്സ്പൾസിലാണെങ്കിൽ താഴത്തെ ഈ ഒരു പോർഷനും മേളത്തെ ഈ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. നടുക്കത്തെ ഈ പോർഷൻ റാലി പ്രോയിൽ മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. നോക്കുകയാണെങ്കിൽ ഗംഭീരമാണ്. പിന്നെ എനിക്ക് തോന്നിയത് ഈ ഒരു ക്രാഷ് ഗാർഡ്, ഇത്രയും വലിയ ആനയെ തളയ്ക്കാൻ ചെറിയൊരു തോട്ടി എന്ന പോലെ ചെറിയൊരു ക്രാഷ് ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. അതെനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല. പിന്നൊരു സ്റ്റാർട്ടറും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പം ഞാൻ എന്തായാലും ഇവിടെ കൊടുത്തേക്കാം. ബ്രേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ബ്രേക്കാണ് കേട്ടോ. അത്യാവശ്യം എനിക്ക് ബ്രേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സിംഗിൾ ചാനൽ ABS ആണെങ്കിലും നല്ല രീതിയിലുള്ള ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോർമൽ ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ തേഞ്ഞ് കഴിഞ്ഞാൽ സെറാമിക്കിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് എനിക്ക് ചെറിയ പരിപാടിയുണ്ട്. കാര്യം സെറാമിക് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത് തേഞ്ഞ് കാര്യങ്ങളൊന്നും തീരത്തില്ല. ഫ്രണ്ട് സ്റ്റമ്പ് വരുന്നത് ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് 2 സ്വിച്ചസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. ഇവിടെ റെഡ് സ്വിച്ചും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓപ്പോസിറ്റ് സൈഡിലൊരു വൈറ്റ് സ്വിച്ചും അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പം പഴയ എക്സ്പൾസിലാണെങ്കിൽ ഒരുപാട് പേര് കംപ്ലയിൻറ്റ്സ് പറഞ്ഞതാണ് ഇതിൻ്റെ സ്വിച്ചിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ മോശമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇതിൻ്റെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. നേരത്തെയൊക്കെ ആണെങ്കിൽ ആടുമെന്നൊക്കെയാണ് പല വീഡിയോസിലും പറഞ്ഞിരിക്കും. ഇവിടെ പാസ് സ്വിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ DRL, ഡിമ്മ്, ബ്രൈറ്റ്, ഇതുപോലെ തന്നെ ഇവിടെ വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ്, ഒരു ഹോണാണ് വരുന്നത്. ഇവിടെ എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്, സ്റ്റാർട്ട്, അതൊക്കെയാണ് വരുന്നത്. നമ്മൾ ടോട്ടലി പറയുകയാണെങ്കിൽ ഈ ഒരു 2 lakhന് അണ്ടറിൽ ഇത്രയും കിടിലായിട്ടുള്ളൊരു വണ്ടി ആണ് നമ്മുടെ എക്സ്പൾസ് റാലി പ്രോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു എക്സ്പൾസ് ചൂസ് ചെയ്യാനുള്ള കാരണം. ഭയങ്കര രസമുള്ള, അതായത് എനിക്ക് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വ്യക്തി ആയതുകൊണ്ട് നല്ല ഹൈറ്റുള്ളൊരു വണ്ടി ചേരുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ റാലി പ്രോ തന്നെ എടുക്കാൻ കാരണം. അതിനെ അത്യാവശ്യം ഇതിന് മുമ്പേ ഉള്ള മോഡൽ, അതായത് ഹീറോ എക്സ്പൾസ് 2V കാട്ടിയും കുറച്ചുകൂടെ ബെറ്ററായിട്ടാണ് 4 valve അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ എൻജിൻ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കുറച്ച് റിഫൈൻഡും കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഹീറോ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ റൈഡിലും വലിയ രീതിയിലുള്ള മോശം അഭിപ്രായങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ളൊരു റിഫൈൻ ആയിട്ടുള്ള എൻജിനും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ താഴെ മുതൽ ഏകദേശം ടോപ്പ് വരെ, ഏകദേശം എൻജിൻ ഗാർഡിൻ്റെ ഇവിടം വരെ ഏകദേശം 270 mm ആണ് ഹൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് വേണമെങ്കിൽ തോന്നും. അപ്പോൾ നമ്മുടെ എക്സ്പൾസ് റാലി പ്രോൻ്റെ എക്സോസ്റ്റ് നോട്ടും കൂടെ നമുക്ക് നൈസായിട്ടൊന്ന് കേട്ട് നോക്കാം.
വണ്ടി ഓഫ് റോഡൊക്കെ ഓടിക്കാൻ നല്ല രസമാണ്. പക്ഷേ വണ്ടി ഓടിച്ച് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ളവരെ സംബന്ധിച്ച് ഓഫ് റോഡൊക്കെ ഒന്ന് വണ്ടി വഴങ്ങി തരത്തുള്ളൂ. അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരു ബിഗിനറെ സംബന്ധിച്ച് വണ്ടി അത്യാവശ്യം എന്തുവാടാ നീ കാണിക്കുന്നതെന്നിങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പം ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തേർഡ് ഗിയറും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു തമ്പുള്ള ഗിയറാണ്. നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് 3 ഗിയറും. ഫോർത്തും ഫിഫ്ത്തൊക്കെ അത്യാവശ്യം നല്ല ഹൈവേയിലൊക്കെ ഓടിച്ചുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് നല്ല രസമുള്ള പരിപാടിയാണ്. ഇവിടെ ചെറിയ കുണ്ടും കുഴി ഉണ്ടായിരുന്നു, പക്ഷേ വണ്ടി ചാടിയതോ ഇറങ്ങിയതോ പോലും ഞാൻ അറിഞ്ഞില്ല. അമ്മാതിരി നല്ലൊരു ഫീഡ്ബാക്കാണ് ഇതിൻ്റെ സസ്പെൻഷൻ നമുക്ക് കോൺഫിഡൻറ്റ് തരുന്നത്. നല്ല രീതിയിലുള്ളൊരു ഇമ്പാക്റ്റാണ് വണ്ടി നമ്മളിലേക്ക് എത്താതെ കാത്തു സൂക്ഷിക്കുന്നത്. അത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ മേലെ കയറി ഇരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോറിയിലിരിക്കുന്ന പോലുള്ള ഫീലാണ്. അപ്പോൾ ലോറിയുടെ മണ്ടയിൽ നമ്മൾ താഴോട്ടുള്ള വ്യൂ കാണുന്നത് എങ്ങനെയാണ്, ആ രീതിയിലാണ് നമ്മുടെ വണ്ടിയുടെ ടോപ്പിലിരുന്ന് താഴോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഫീല്. കാല് തറയെ കുത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു കോൺഫിഡൻറ്റ് പോലും നമ്മുടെ മനസ്സിലില്ലാത്തൊരവസ്ഥ. അതാണ് ഫസ്റ്റ് നമ്മുടെ വണ്ടി എടുത്തപ്പം എനിക്ക് തോന്നിപ്പോയത്. പക്ഷേ വണ്ടി ഓടി തുടങ്ങിയാൽ അടിപൊളിയാണ് കേട്ടോ. വണ്ടി ഭയങ്കര റിഫൈനായിട്ടുള്ള എഞ്ചിനാണ് കേട്ടോ നമ്മുടെ എക്സ്പൾസിൻ്റെ അകത്തിരിക്കുന്നത്. ഭയങ്കര രസമാണ്, ഇങ്ങനെ ഓടിച്ചു പോകാൻ നല്ലൊരു ഫീലാണ്. ഒരിക്കലും നമ്മുടെ നടു കഴിക്കുന്നൊരു പ്രശ്നം വണ്ടിയിൽ ഉണ്ടാകത്തേയില്ല. എൻ്റെ ഡിയോയിൽ നിന്ന് ഞാൻ ഇതിലോട്ട് മാറിയപ്പോഴത്തേക്ക് നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയൊരു ഫീലാണ്. കാരണം എൻ്റെ ഡിയോയിലാണെങ്കിൽ ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിലുള്ള ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ഇതിലാണെങ്കിൽ ഒരു രക്ഷയില്ല. 60-100 കിലോമീറ്ററും നമുക്ക് വളരെ സിമ്പിളായിട്ട് നടുവേദനയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒറ്റ അഭിപ്രായത്തിൽ എക്സ്പൾസ് റാലി പ്രോ എടുക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുമൂട്ടി പറയും. നിങ്ങളുടെ അഡ്വഞ്ചർ ബൈക്കാണ് ഒരു 2 ലാഖിന് താഴെ നോക്കുന്നതെങ്കിൽ മസ്റ്റായിട്ടും പരിഗണിക്കാവുന്നതല്ല, എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് എക്സ്പൾസ് റാലി പ്രോ എന്ന് പറഞ്ഞ ഈ ഒരു ചെറുക്കൻ. ഭയങ്കര രസമാണ് കേട്ടോ, വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ നല്ല രസമാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഒരു ഓണർഷിപ്പ് റിവ്യൂയും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനകരമായി തോന്നിയെന്ന് എനിക്കറിയില്ല. വളരെ പ്രയോജനകരമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രീസോൺ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരയ്ക്കും ശ്രീസോൺ സൈനിങ് ഓഫ്. ഞാൻ പോകുന്നു. ബൈ ബൈ.